ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പഴയ ബിഗ് ബോസ് താരമായിട്ടുള്ള ദയ അച്ചുവിനെ എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതായിരിക്കാം. ഇതിനു മുന്നേയും ദയ അച്ചുവിന്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായി തിളങ്ങി നിൽക്കുന്ന രേണു സുധിയെ കുറിച്ചിട്ട് ദയ അച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങളെടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ദയ അച്ചു രേണു സുധിക്കുള്ള ഒരു കിഡിലൻ മറുപടിയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ അതിൽ ദയച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കറിയാം, രേണു കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഒരു പെർഫ്യൂം ഒക്കെ നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഗൾഫിലൊക്കെ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സുധിയുടെ മണമുള്ള ഒരു പെർഫ്യൂം ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രേണുവിന്റെ വായിൽ നിന്ന് ഈ കഴിഞ്ഞിടെ ചില അബദ്ധങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അത് അന്ന് നല്ല സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നാണ്. പക്ഷെ ഇപ്പൊ വീണ്ടും രേണു സുധി ആ ഒരു വിഷയം പൊക്കിക്കൊണ്ട് രേണു സുധി അല്ല, ദയാച്ചു വീണ്ടും ആ ഒരു വിഷയം പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദയാച്ചുവിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ്, രേണുവിനുള്ള ഒരു മറുപടിയാണ്. അപ്പൊ എന്തായാലും ദയാച്ചു തന്നെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ വീഡിയോ സഹിതം നമുക്കൊന്ന് കാണാം. രേണു സുധിക്കുള്ള ഒരു കിടിലൻ മറുപടി ദയാച്ചുവിന്റെ വക. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. അത് രേണുവിനോടാണ്. രേണു പറഞ്ഞു, അയ്യോ എന്റെ ഹസ്ബൻഡിന്റെ വേർപ്പിന്റെ നാറ്റം അത് നിങ്ങള് മാത്താ ഓടും എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ പറഞ്ഞ രേണുവിനോട് എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ. ഈ നട റോട്ടില് കെട്ടിപ്പിടിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തന്തയ്ക്ക് വിളിച്ചിട്ട് ബൈക്കുകാരിങ്ങനെ പോയല്ലോ ആ നട റോട്ടില് തുള്ളുന്നതേ. അപ്പൊ അവിടെ ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് 10 വർഷത്തോളം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയ വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം അത് എത്ര ടേക്ക് എടുത്തിട്ടായിരിക്കും അങ്ങനെയായിരിക്കും. നടു റോട്ടിൽ ഈ വെയിലത്ത് നിൽക്കുമ്പോ ആ തുള്ളാൻ നിൽക്കുന്ന ആ കെട്ടിപ്പിടിക്കുന്നവൻ ഉണ്ടാവുമല്ലോ വേർപ്പ് നാറ്റം, അത് നല്ല മണമായിരുന്നോ? എന്റെ ഒരൊറ്റ ചോദ്യമാണ്. ആ നാറിയുടെ ഷർട്ടിലെ മണം നല്ല മണമായിരുന്നോ? സുധിച്ചേട്ടന്റെ ഷർട്ടിന്റെ മണം അത് നാറ്റമായി പോയി. ഇപ്പൊ ആ നടു റോഡില് തുള്ളാൻ നിന്ന ആ പരട്ട നാറി ഉണ്ടല്ലോ, അവന്റെ വേർപ്പ് മണം നല്ല മണമായിരിക്കും. അത് വേർപ്പിന്റെ മണമായിരിക്കും, നാറ്റമല്ല അല്ലേ? ഒന്ന് പോടി നിന്റെ പാവട വള്ളികളെയും തൂക്കിയെടുത്തിട്ട് പോടി പുല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ രേണു സുധിക്കുള്ള ഒരു മറുപടിയാണ് ദയാച്ചു കൊടുത്തിരിക്കുന്നത്. ദയാച്ചു ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അതായത് ആ ഒരു പെർഫ്യൂമിന്റെ ഇഷ്യൂ ആണ് ഇവിടെ ദയ പറയുന്നത്. രേണുവിന് മറ്റുള്ളവർ നടന്മാർ അല്ലെ നാടന്മാരുടെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും വിയർപ്പിന്റെ സ്മെല്ലൊന്നും അറിയുന്നില്ലേ. സുധിച്ചേട്ടന്റെ ആ ഒരു സ്മെല്ല് അത് മറ്റുള്ളവർക്ക് അത് അടിച്ചാൽ അത് നാറ്റമാണെന്നൊക്കെ പറഞ്ഞ് രേണുവിന്റെ വായിൽ നിന്ന് തന്നെ വന്ന ഒരു അബദ്ധമാണ്. അതിപ്പോ ഓരോ ആൾക്കാരെടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞതാണ്. പക്ഷെ ദയാച്ചു വീണ്ടും അതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാനും അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു. അപ്പൊ എന്തായാലും ഇവിടം കൊണ്ടും തീരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം രേണു സുധി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, രേണുവിന്റെ വയറ് കാണിക്കാനായിട്ട് രേണുവിന് ഒരു കുറച്ചിലും ഇല്ല, ഒരു നാണക്കേടും ഇല്ല, നല്ല വയറല്ലേ, എന്റെ വയറ് ഞാനൊന്ന് പ്രസവിച്ചതാണെങ്കിലും ചാടിയിട്ടൊന്നുമില്ല, നല്ല വയറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വയറിനെ കുറിച്ച് സ്വന്തം വയറിനെ കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അവിടെയും ദയാച്ചുവിന്റെ വക ഒരു കിടിലൻ മറുപടി ഉണ്ട്. എന്തായാലും ദയാച്ചു പറയുന്ന ആ മറുപടി കൂടെ നമുക്കൊന്ന് കാണാം. എടാ, ഞാൻ എന്റെ അഭിപ്രായമാണ് തുറന്നു പറഞ്ഞത്. അതിന് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് അയ്യോ രേണുവിന്റെ വയറ് ആലില പോലെ ഇരിക്കുന്നു, ഇവക്കടെ വയറ് ബോണ്ട പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ബോഡി ഷേമിങ് ചെയ്യുവാണ്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ തുറന്നു പറഞ്ഞത്. ഞാൻ എന്തോ പറഞ്ഞത്? സ്വന്തം ഭർത്താവിന്റെ ഷർട്ടിന്റെ മണം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്, അതെനിക്ക് എപ്പോഴും മണത്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് നല്ല മണമാണ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ അടുത്ത വീഡിയോയിൽ പറയണ് അത് വെറും നാറ്റമാണ്, അത് കുളിക്കാത്ത ഒരു വല്ലാത്ത നാറ്റമാണ്, നിങ്ങളൊക്കെ അത് മണത്തു കഴിഞ്ഞാൽ ഓടും എന്ന് 2 തരം അഭിപ്രായം ഓന്തിന്റെ സ്വഭാവം പോലെ പറഞ്ഞപ്പോ അത് കണ്ടപ്പോ ഒരു കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അതിന് എന്റെ വയറ് ബോണ്ടേ അത്രേ, അവക്കടെ വയറ് ആലില്ലേ അത്രേ, എല്ലാവരും വയറും കൊണ്ടല്ലേ അഭിനയിക്കുന്നത്. പിന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ അവള് പറയുന്നുണ്ടായിരുന്നു, അയ്യോ എന്റെ വയറ് നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഞാൻ കാണിക്കണമെന്ന്. ഈ വയറിന്റെ അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ മുഖം, അതുകൊണ്ട് നീ ആ മുഖം കാണിക്കാണ്ടിരിക്കുവോ? എനിക്ക് അറിയാൻ പാടഞ്ഞിട്ട് ചോദിക്കുവോ? നിന്റെ ഫേക്ക് ഐഡിയിലുള്ള പാവാട വള്ളി താങ്ങുന്നവരാണ് എനിക്ക് കമന്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. മനസ്സിലായി? നിന്റെ അഭിനയത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നീ പറഞ്ഞ അഭിപ്രായം അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആദ്യം പറഞ്ഞു എന്റെ ഭർത്താവിന്റെ നല്ല മണമാണ്, പിന്നെ പറയണു എന്റെ ഭർത്താവിന്റെ വളരെ മോശപ്പെട്ട നാറ്റമാണെന്ന് പറയുന്നത്, ഓടും ആൾക്കാരെന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞ കാഴ്ചക്കാരി എന്നുള്ള നിലയിൽ ഞാൻ അതിന് മറുപടി കൊടുത്തു തന്നെ. അതിന് നിന്റെ പാവാട വള്ളി താങ്ങുന്നവര് ഫേക്ക് ഐഡിയിൽ വന്നിട്ട് എനിക്ക് കമന്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഒരു അപ്പന് ഒരു തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ ഇതുപോലെ വീഡിയോയിൽ വന്നിട്ട് നേരിട്ട് പറയാൻ നോക്കടി പുല്ലേ. എല്ലാവരും കണ്ടല്ലോ, ദയാച്ചു ഭയങ്കര കലിപ്പിലാണ്. അതായത് ദയ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
ഒന്ന് രണ്ട് കുറച്ച് വീഡിയോ ഒക്കെ രേണു സുധിയെ വിമർശിച്ചുകൊണ്ട് ഈ ദയ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ രേണുവിനെ ഇഷ്ടപ്പെടുന്ന അല്ലെ രേണുവിന്റെ പാവാട വഴിയിൽ തൂങ്ങി നടക്കുന്ന കുറെ ആൾക്കാർ ചെന്നിട്ട് ദയ അച്ഛന് കമന്റ് ഇട്ടുന്ന്. അതായത് രേണുവിന്റെ വയറ് ആലില പോലത്തെ വയറും ദയ അച്ഛന്റെ ബോണ്ട പോലത്തെ വയറുമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ചെയ്തു എന്നാണ് ഇവിടെ ദയ അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല രേണു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദയ അച്ഛൻ പറഞ്ഞൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. രേണു എവിടെയും ദയ അച്ഛൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് ഒരിടത്തും പറഞ്ഞു നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. കാരണം പബ്ലിക്കായിട്ട് ഇപ്പൊ രേണു വീഡിയോ ഇട്ടാലും ദയ വീഡിയോ ഇട്ടാലും കാണുന്നവർക്ക് പബ്ലിക്കായിട്ട് അഭിപ്രായങ്ങൾ പറയാം മാന്യമായിട്ടുള്ള രീതിയിൽ. ഇവിടെ ഇതിനു മുന്നേയും രേണുവിനെ ചില രീതിയിലൊക്കെ ബോഡി ഷേമിങ് ചെയ്തിട്ടൊക്കെ ഈ പറയുന്ന ദയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും രേണുവിനിപ്പോ എന്താ പറയാ, രേണുവിന് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഇത്രത്തോളം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നതും നെഗറ്റീവുകൾ കേൾക്കേണ്ടി വരുന്നതും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊന്നും മൈൻഡ് ആക്കാതിരിക്കുക, ധൈര്യമായിട്ട് രേണു അങ്ങോട്ട് മുന്നോട്ട് പോവുക. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവും അതെല്ലാം തട്ടി അങ്ങോട്ട് മാറ്റിയിട്ട് കിട്ടുന്ന അവസരങ്ങളിൽ നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അതെല്ലാം വിനിയോഗിക്കുക. അവനവന്റെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ള, അല്ലാതെ അവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാലും തുമ്പും പിടിച്ച് മറുപടി കൊടുക്കാൻ പോവാതിരിക്കുക. ഞാനിത് പറയുന്നത് രേണുവിനോടാണ്. നല്ല രീതിയിലുള്ള ഒരുപാട് അവസരങ്ങൾ അവർക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. കഴിവതും ആ അവസരങ്ങളൊക്കെ വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത്.